ഹലോ ഗൈസ്, ഇത് നമ്മുടെ KSRTC ട്രാവൽ വീഡിയോ ഉണ്ടോ? അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 6:10 ഒരു KSRTC പോകുന്നുണ്ട് മൂന്നാർക്ക്. അപ്പോൾ ആ ബസ്സിനാണ് നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. കൂടെ എൻ്റെ അനിയനും 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കാലത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകണ്ടോ. ആക്ച്വലി ജസ്റ്റ് മിസ്സിനാണ് നമുക്ക് ബസ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ബസ്സിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ബസ്സിൽ കയറിയിട്ടുള്ള വീഡിയോസാണ് എടുത്തേക്കണം കേട്ടോ. ഇത് കൊടുങ്ങല്ലൂരിന് എല്ലാ ദിവസമുള്ള ഒരു ബസ്സാണ് കേട്ടോ. എല്ലാ ദിവസവും 6:10 എടുത്തിട്ട് 11:30 മൂന്നാറിലെത്തുന്ന ഒരു ബസ്സാണ്. ഇത് പോണത് ആക്ച്വലി ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം ആ റൂട്ടാണ് ഇത് പോണത്. ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ സൈഡ് സീറ്റാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്നപ്പോൾ നമുക്ക് ആ ഷട്ടറിട്ട് വെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചിട്ട് ഫ്രണ്ട് സീറ്റിലോട്ട് പോയിരുന്നു. മഴ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഷട്ടറിട്ട് വെക്കേണ്ടി വന്നു. അതുകൊണ്ട് നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ നേര്യമംഗലം പാലം. നേര്യമംഗലം പാലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇപ്പോൾ പുതിയൊരു പാലം വരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് മൂന്നാർ പോകുമ്പോൾ ബ്ലോക്ക് കിട്ടുന്നത് നേര്യമംഗലം പാലത്തിൻ്റെ അവിടെയാണ്. കാരണം ഒരു ബസ് മാത്രമേ ഒരേ സമയത്ത് ആ പാലത്തിൽ കൂടി കടന്നു പോകുള്ളൂ. അത് ഈ നേരെ ഒരു വലിയ വളവുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന മൂന്നാർ റൂട്ടിലോട്ടാണ്. പിന്നെ ഒരൊറ്റ റൂട്ടാണ് മൂന്നാറിലോട്ട്. ഞാനങ്ങനെ അധികം KSRTC ഒന്നും യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. കണ്ടക്ടർ തൊട്ട് പിന്നിലാണ് കേട്ടോ. ഈ കയറ്റം കയറുന്ന സമയത്ത് ലൈലാൻ്റെ ഒരു പ്രത്യേക വൈബ്സുണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചെല്ലുന്നത് ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ നമുക്ക് അവിടെ നിർത്തി തരില്ല. ഇതൊരു ലോക്കൽ ബസ്സാണ്. എല്ലാ ദിവസവും മൂന്നാർ പോകുന്ന ഒരു ഡെയിലി ബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിന്റ്സിലൊന്നും അങ്ങനെ നിർത്തി തരില്ല. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് അടിമാലിലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അടിമാലി ഒരു 15 മിനിറ്റ് നിർത്തിയിടും. കാരണം ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഷ്റൂമിൽ പോകുന്നവർക്കൊക്കെ വാഷ്റൂമിലും പോകാൻ പറ്റും. ചീയപ്പാറ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഇതിൽ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിയിലൊക്കെ നമ്മൾ നല്ല രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. പോണ വഴിക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ മഴ പെയ്യണ സമയത്ത് വെള്ളം ഒഴുകി വരുന്നതാണ്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. മഴയുള്ള സമയത്ത് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് KSRTC യാത്ര നല്ല അനുഭവമാണെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്കത് അനുഭവിക്കാൻ സാധിച്ചത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ്. എപ്പോഴും ഞാൻ ബൈക്ക് ഓടിക്കും, ബാക്കിൽ ആരെങ്കിലും ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളെപ്പോഴും മൂന്നാർ പോകാറ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് എല്ലാ കാഴ്ചകളും ചുറ്റും നോക്കിയിരുന്നുകൊണ്ട് ഇങ്ങനെ വരാൻ പറ്റും. നല്ല കോടമഞ്ഞൊക്കെ ആയിട്ടുള്ള നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടിമാലി സ്റ്റാൻഡിലോട്ടാണ് ചെന്നത്. ഇനി ഇവിടെ ഒരു 15 മിനിറ്റോളം വണ്ടി നിർത്തിയിടും. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോവാം. അടിമാലി സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. മൂന്നാറിലോട്ടും അതുപോലെ തന്നെ കുമളിയിലോട്ടും പല സ്ഥലങ്ങളിലോട്ടും ആയിട്ട്. ഇതാണ് ആക്ച്വലി നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ബസ്. നമുക്ക് മഴ ആയതുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് നമുക്ക് അപ്പം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ബസ്. ബസ് ഇട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു നല്ല ചായക്കട ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അവിടെ നിന്ന് 4 ചായ പറഞ്ഞു. അതുപോലെ തന്നെ വടയും പറഞ്ഞു. കറക്റ്റ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബസ് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ നമ്മൾ ചായയൊക്കെ വേഗം കുടിച്ചു നിർത്തും. ഒരുപാട് കാലം മുമ്പേ തുടങ്ങിയ പരിപാടിയാണ് റോഡിൻ്റെ വീതി കൂടൽ. ഇപ്പോഴും ഇത് തീർന്നിട്ടില്ല. വേനൽക്കാലത്തൊക്കെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വണ്ടിയിൽ വരാൻ പറ്റാത്ത അവസ്ഥയും. ബൈക്കിലൊട്ടും വരാൻ പറ്റില്ല. കാറിലൊക്കെ പിന്നെയും നമുക്ക് പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് തീരാത്തതെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നമ്മുടെ ബസ് സീറ്റ് ഫുള്ളാണ്. വണ്ടി കയറാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. മഴ ഉള്ളതുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്നതാണ്. നല്ല വ്യൂ ആണ്. നമുക്ക് 2 സൈഡിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മലകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സാധാരണ നമ്മൾ മൂന്നാറിലോട്ട് പോണ ആ റൂട്ടല്ല ഈ ബസ് പോണത്. ഇത് ആനച്ചാല് വഴി ചുറ്റി കറങ്ങിയാണ് പോണത്. അത് കഴിഞ്ഞ് വീണ്ടും ആ സെയിം മെയിൻ റൂട്ടിലോട്ട് തന്നെ വന്ന് കയറും. ഈ കാണുന്ന വഴി നേരെ കയറി ചെല്ലണത് നമ്മുടെ മൂന്നാർ റൂട്ടിലോട്ട് തന്നെയാണ്. ഇത് ആനച്ചാല് വഴി ചുറ്റി വന്ന വഴിയാണ്. നല്ല തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ഇവിടെ മൊത്തം. ആക്ച്വലി നല്ല രസമാണ് ഈ റൂട്ട് വരാനായിട്ട്. ഏറ്റവും വലിയ വളവൊക്കെയാണ്. അതിൽ നേരെ കയറി നമ്മൾ മറ്റേ റൂട്ടിലോട്ട് തന്നെയാണ് ചെന്ന് കയറാൻ പോണത്. നല്ല വലിയ വളവുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അച്ചേട്ടൻ നല്ല രീതിയിൽ ചവിട്ടി വലിച്ചാണ് കയറ്റണ്ടായിരുന്നത്. ആ സമയത്ത് വണ്ടി കയറുന്ന സൗണ്ട് കേൾക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്.
ഇപ്പം അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞൊന്ന് തെളിഞ്ഞ് നിൽക്കുന്ന കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:25 നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ ചില സമയങ്ങളിലൊക്കെ നല്ല കോടയായിട്ടായിരിക്കും, നല്ല രസമാണ് കാണാൻ ഇവിടെ. ഇതാണ് KSRTC സ്റ്റാൻഡ്, മൂന്നാർ KSRTC സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ കയറി ചെന്ന് അവിടെ നിർത്തിയിട്ട് നമ്മൾ മൂന്നാർ ടൗണിലോട്ടാണ് ഈ ബസ് പോണേ. അവിടം വരെ ഉള്ളൂ ഈ ബസ് കേട്ടോ. സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ പിന്നെ ബസ് പോണത് ഇനി നമ്മുടെ മൂന്നാർ ടൗണിലോട്ടാണ്. ഈ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് വരുന്ന മൂന്നാർ ടൗണിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2:45 ആകുമ്പോൾ ഈ ബസ് തിരിച്ച് കൊടുങ്ങല്ലൂരിലോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ നേരെ ബസ് ഇറങ്ങി മൂന്നാർ ടൗണിലാണ് ഇറങ്ങിയേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ നടന്ന് അടുത്ത പരിപാടി പിടിക്കണം. അതായത് നമ്മൾ വട്ടവടേക്കാണ് പോകാൻ തീരുമാനിച്ചേക്കണത്. അപ്പോൾ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് നോക്കണം. ചിലപ്പോൾ നമ്മൾ ജീപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബസ്സോ കാര്യങ്ങളോ കിട്ടും. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിലോട്ട് പോകേണ്ടി വരും. അതായത് വട്ടവടയ്ക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നേക്കണത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വന്നിട്ട് പോലും ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ജീപ്പ് കിട്ടി. ഒരാൾക്ക് 100 രൂപ വെച്ചുള്ളൂ വട്ടവടയ്ക്ക് ജീപ്പിന്. അപ്പം നമ്മൾ 4 പേരുണ്ട്. 4 പേരും കൂടി ആ ജീപ്പിലങ്ങാട് കയറി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ജീപ്പുകളാണ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ജീപ്പ് ഫുള്ളായതിനു ശേഷം ഇവർ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ജീപ്പ് നേരെ നമുക്ക് വട്ടവട ടൗൺ വരെ ഉണ്ടാവും. ജീപ്പ് ഓടിക്കുന്ന ചേട്ടന് നല്ലോണം മലയാളം അറിയാം, പുള്ളിക്ക് തമിഴ് അറിയാം. അതുകൊണ്ട് നമ്മളൊരു പാട്ടൊക്കെ വെച്ച് തരാൻ പറഞ്ഞപ്പോൾ പുള്ളി നല്ല തമിഴ് പാട്ടൊക്കെ വെച്ച് തന്നു. ഇടയ്ക്ക് വെച്ച് നല്ലൊരു ചായക്കട കണ്ടപ്പോൾ ചേട്ടൻ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ജീപ്പ് നിർത്തി തന്നു. അവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചായക്കട. നമ്മളിവിടെ നിന്ന് 4 ചായയും പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നല്ല പഴംപൊരി ആയിരുന്നു, നല്ല ചൂട് പഴംപൊരിയും കഴിച്ചു. നമ്മളവിടെ നിന്ന് പോണ വഴിക്കൊക്കെ നല്ല കിടിലം വ്യൂകളായിരുന്നു. നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ തോന്നി. പിന്നെ ജീപ്പിലായതുകൊണ്ട് നമുക്കങ്ങനെ നിർത്താനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വട്ടവട കയറാനുള്ള ആ ഒരു കവാടമുണ്ടല്ലോ, ആ കവാടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ കയറുന്നത് വട്ടവട വില്ലേജിലോട്ടാണ്. ഇതാണ് നമ്മൾ വട്ടവടയുടെ ഒരുപാട് റീലുകളിലൊക്കെ ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണത്. വട്ടവട കയറി വന്നിട്ട് നമ്മൾ നല്ലൊരു വ്യൂ ആയിട്ട് മിക്ക സമയത്തും കാണുന്ന റീലുകളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണത്. നമ്മൾ ഏകദേശം 1:30-2 മണിയായപ്പോഴേക്കും വട്ടവടയിലെത്തി. അപ്പോൾ വട്ടവടയിൽ ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് 2 മണിക്ക് അവിടെ നിന്ന് എടുക്കുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ വട്ടവടയിൽ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാനായിട്ട് നമുക്ക് ഈ ബസ് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 2 മണിയാകുമ്പോഴേക്കും ബസ് അവിടെ നിന്ന് എടുക്കും. ഇത് എറണാകുളം വരെയുള്ള ഒരു ബസ്സാണ്. അപ്പോൾ നമുക്ക് വട്ടവടയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ ബസ് ഉണ്ടാവും. നമ്മൾ വന്ന ജീപ്പിൽ നമ്മൾ സ്റ്റേനെ കുറിച്ച് പറഞ്ഞപ്പോൾ വട്ടവട ബാലു എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഫേമസ് ആണ്. പുള്ളിക്ക് ഒരു മഡ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ മഡ് ഹൗസിലോട്ടാണ് പുള്ളി കൊണ്ടുപോകുന്നത്. പുള്ളി നമ്മളോട് പറഞ്ഞു എവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് സാധനങ്ങളൊന്നും മേടിക്കാൻ കടകളുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഓട്ടോറിക്ഷ എടുത്തു. പുള്ളിയുടെ പ്രോപ്പർട്ടിയിൽ അവിടേക്കാണ് പോയത്. അപ്പോൾ പുള്ളി നേരത്തെ അങ്ങോട്ട് പോയി നമ്മളോട് സഖാവ് അഭിമന്യുവിൻ്റെ വീടിൻ്റെ അവിടെ നേരെ കയറി വരാനാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ ലാൻഡ് മാർക്ക് എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ കയറ്റൊരു 300 മീറ്റർ നടന്ന പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ് പുള്ളി പറഞ്ഞത്. നല്ല കാടാണ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. ഒരു വട്ടവട ബാലൻ ചേട്ടനാണ്, പുള്ളി യൂട്യൂബറാണെന്നാണ് പറഞ്ഞത്. പുള്ളിയാണ് നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ആ റൂമിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂമല്ല, ആക്ച്വലി മഡ് ഹൗസാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വഴിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അതായത് വട്ടവട നമ്മൾ വണ്ടി ഇറങ്ങാൻ നടത്തുന്നു. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇതൊരു കാടായിട്ടാണ് ഫീൽ ചെയ്യണത്. പുള്ളി ഇവിടെ കോടടിക്കുന്ന പറഞ്ഞത്. ഇപ്പം എന്തായാലും ഒന്നുമില്ല ഇവിടെ. പക്ഷെ വട്ടവട നമ്മളെ ഇന്നവരെ ചതിച്ചിട്ടില്ല. ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. വട്ടവട വാലിച്ചേട്ടൻ നമ്മൾ ഇറങ്ങിയിറക്കിയിട്ടാ. നല്ലോണം നടക്കാനുണ്ട്. ഓക്കെ, എൻ്റെ അമ്മ നീലപ്പൂവല്ലേ.
അവിടെ വൈഫൈ ഉണ്ട് ഫുഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ഫുള്ളാക്കാൻ വയ്യാന്നാണ് സത്യം. അത് മോനെ വ്യൂ നോക്കടാ. നമ്മളെടുത്ത പ്രോപ്പർട്ടിയിൽ എത്തിയിരുന്നു നമ്മൾ. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉള്ളിലാണ് ടെൻ്റൊക്കെ വരണത്. നമ്മളിവിടെ ടെൻ്റ് എടുത്തേക്കണത്. ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. രാത്രി കഴിഞ്ഞാൽ നല്ല കോടയാവുന്നാണ് പുള്ളി പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ല. ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ്. ശരിക്കും നമ്മി നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പടം വരെ നടന്നുള്ള മടിക്കണേ ഞാൻ പോവാത്തത് കേട്ടാ. അടിപൊളിയല്ലേ? രാത്രിയാവുമ്പോൾ അടിപൊളിയായിരിക്കുള്ളൂ. ഇതാണ് നമ്മൾ അത്യാവശ്യം ഒരു സെക്കൻഡ് ഫ്ലോറിലല്ല നിൽക്കണം. സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കണം. ഫസ്റ്റ് ഫ്ലോർ എന്താ ചിരിക്കണേ? വേണ്ട. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നണ്ട. അവിടെ അത്രയും ടോപ്പിലോട്ടൊക്കെ അവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ വന്ന ജീപ്പിലുണ്ടായിരുന്ന ചേട്ടനാണ് നമുക്ക് പ്രോപ്പർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. പുള്ളിയുടെ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ പുള്ളി വീഡിയോ ഒക്കെ ഉണ്ട്. പുള്ളി തന്നെ പറഞ്ഞ പുള്ളി അത്യാവശ്യം റീച്ചാണെന്നാണ്. നമ്മൾ രാത്രി ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള വിറക് വറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാങ്ങിയുടെ പറയുന്നില്ല വിറക് ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോ, ആരൊന്നും പറയില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ കാട്ടിലോട്ട് വന്നാൽ ചിക്കനൊക്കെ പറക്കിക്കോട്ടെ. ഈ സൈസ് പറക്കിട്ടു കുന്നോന്ന് കണ്ടിട്ട് എത്ര കിട്ടും അത്ര എടുത്തോ. പറക്കിക്കോ മറിയാടൊക്കെ കൊള്ളാട്ടാ പുള്ളിക്കാരൻ. ഇന്നത്തെ പരിപാടി വിറക് വറക്കലാണ്. വിറക് വറക്കി നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നു. നമുക്കെല്ലാം അവിടെ ഇടാം. അതല്ലേ വിറകൊക്കെ വടിയാണ്ട പറക്കിടാ. അത്യാവശ്യം വലുതോളം പറക്കാൻ കൊള്ളാലേ സ്ഥലം. പാമ്പ് 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 ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളമാണോ ഓണ സൗണ്ട് കേട്ടാ? വെള്ളമാണ് ഇലക്ട്രിക് വയറാണ്. ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ വീട്ടിലൊരു പണി എടുക്കൂല. അമ്മയെ കണ്ടാ ചീത്ത പറയുന്നിരുന്നു. അമ്മണ്ട ഓടിക്കും. വീട്ടിൽ അലക്കിയതെടുക്കാൻ പറഞ്ഞ പോലും കേൾക്കൂല. പുള്ളി പറഞ്ഞതേ എന്തോരം നമ്മൾ വിറക് എടുക്കണം അത്രയും നന്നായിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റാവുന്ന. അവിടെ വിറകുണ്ട്. അവിടെ നിന്ന് എടുക്കണ പൈസ കൊടുക്കണോ? എന്താണ് പേടിപ്പിച്ചെന്നെ ഉള്ളാണ്ടത്. മുള്ളുണ്ടാവും. ഇതൊന്നും കത്തൂലെന്നോണ്ടാ. പേരട വടിയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ? അടിക്കറിക്കോ? അങ്ങനെ വിറകൊക്കെ പറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പയ്യെ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വെച്ചു. അപ്പോൾ 2 പട്ടിക്കുട്ടന്മാരുണ്ട് അവിടെ. അവന്മാരൊന്ന് കണ്ട് കളിപ്പിച്ചു. പിന്നെ ഇവിടെ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കി. അവിടെ നല്ല രസമാണ് മൊത്തത്തിൽ. ഈ പ്രോപ്പർട്ടി അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാൽ മന്നവന്നൂർ പോണ റൂട്ട് ഉണ്ടെന്നാണ് പറയണത്. അതായത് നടന്ന് പോണ റൂട്ട്. നമുക്ക് ഏകദേശം വണ്ടിക്ക് പോകണമെങ്കിൽ 212 കിലോമീറ്ററോളം വരും കൊടൈക്കനാലിലേക്ക് എത്താനായിട്ട്. പക്ഷെ നമ്മളിതിൽ നടന്ന് പോകണമെങ്കിൽ മന്നവന്നൂർക്ക് നമുക്ക് ജസ്റ്റ് 22 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയണത്. ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് കൊടൈക്കനാലിലേക്ക് ഏകദേശം 60 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ചുറ്റിക്കറങ്ങി ബൈക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 212 കിലോമീറ്ററോളം വന്നുണ്ട്. രാത്രി നമ്മുടെ പ്രോപ്പർട്ടി എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ.
ഒരു 7 മണി 8 മണി ആയപ്പോഴേക്കും നമ്മൾ പയ്യെ തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി തുടങ്ങി. പിന്നെ തൊട്ടപ്പുറത്ത് കുക്കിങ്ങും പിടിച്ചു. ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഫുഡ് വേറെ കുക്ക് ചെയ്യാനുള്ള പ്ലാനില്ല. നമ്മൾ പറക്കിയ വിറകൊക്കെ തന്നെ കൊണ്ടുവന്ന് വെച്ചിങ്ങാണ്ട് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ നടത്തി നല്ല രീതിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. നമ്മൾ 4 പേരുണ്ടായിരുന്നുള്ളെങ്കിലും നമ്മുടെ ക്യാമ്പ് ഫയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. എല്ലാവരും ഞങ്ങൾ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നൂഡിൽസ് മാത്രം വെക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ലെന്ന്. ഇന്ന് ഞങ്ങൾ ചപ്പാത്തി പുറത്തുനിന്ന് മേടിച്ചു, ചിക്കൻ കറി ഞങ്ങൾ വെച്ചു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് തന്നെയാണ് ഞങ്ങൾ ക്യാമ്പ് ഫയർ നിർത്തിയത്. അപ്പം നമ്മൾ കാലത്ത് എണീറ്റ് പാടെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല കിളികളുടെ സൗണ്ടൊക്കെയാണ്. കോടയൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കോടയൊക്കെ പ്രതീക്ഷിച്ചാൽ പോയത്, പക്ഷേ നമ്മൾ ചമ്മിപ്പോയി. നമ്മളടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ കനാലുണ്ട്, ആ കനാൽ വഴി നേരെ വെച്ച് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കല്ലിട്ട് നിർത്തിയ സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ മന്നവന്നൂർ കൊടൈക്കനാൽ റൂട്ടിൽ നടന്നു പോണ വഴി കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് എന്തായാലും ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വഴിയിൽ നിന്ന് 2 ഗൈഡ് ഡോഗ്സിനെ കിട്ടി. അവന്മാർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഗൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അവന്മാർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പരിചയമുള്ള പോലെയാണ്. ഈ കല്ലാണ് അടയാളം. ഈ കല്ലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോണം. ഇതാണ് വഴി, വട്ടവടയിൽ നിന്ന് കൊടൈക്കനാൽക്കുള്ള വഴി. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മലയൊക്കെ കയറി വന്നത്. നമുക്കൊന്ന് കയറി നോക്കി. കല്ലടയാളോട്ടാ, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കയറണം. വെള്ളം പോയില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്ക്. ആക്ച്വലി ഇതാണ് കൊടൈക്കനാൽക്കുള്ള റൂട്ട്. വേറെ വഴി നോക്കണ്ട, നേരെ വഴി നോക്ക്. ആ അങ്ങോട്ട് തന്നെ വളഞ്ഞു കയറണ വഴിയാട്. ബൈക്കൊന്നും കയറില്ല. അവര് പ്രോപ്പർട്ടി ഉള്ളവരല്ലേ. ഇതിലെ കുറെ നടക്കാനുണ്ട്. നമ്മൾ ഫുള്ളൊന്നും പോണില്ല. എടാ, നമ്മളാ കയറണ ഭാഗൂലേ, അവിടേക്കുള്ള ഷോർട്ട് കട്ടാണിത്. നീ പറഞ്ഞ ഷോർട്ട് കട്ടാണിത്, ഫുള്ള് ഷോർട്ട് കട്ടാ. ഈ ഒരു മലയല്ല ഇത്, 2-3 മലയുണ്ട്. അവിടെ എന്തോ ഓഫീസ് പോലെ കാണുന്നുണ്ട്. ഓക്കെ, ആണോ? ഓക്കെ, അതാണോ? ആ, ചവിട്ടാല്ല വണ്ടി വരും. ഇറങ്ങാല്ലേ? ഇറങ്ങാം. വലിയായിട്ട് നടക്കുന്ന വഴി ഉണ്ടാവില്ല. വരണ വഴിയിലുള്ള അടയാളം ഈ മഞ്ഞ ബോർഡുകളാണ്. ഈ ബോർഡുകൾ നോക്കി വന്നാൽ മതി. കൗണ്ട് നോക്കിയാൽ നമ്മൾ കയറുന്നുണ്ട്. 384 ഇനി മുകളിലോട്ട് പോകുന്നവരും 385, 86 അങ്ങനെ 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 ആവും. അതാണ് നമുക്ക് ആകെ നോക്കി പോകാനുള്ളൊരു വഴി. അതാവുന്നിട്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ വീടുണ്ടല്ലോ, സഖാവ് അഭിമന്യുവിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൻ്റെ അവിടെ നിന്ന് ഈ കനാല് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ കല്ലെടുത്ത് വെച്ചേക്കണ ഭാഗമുണ്ട്. ആ കല്ലെടുത്ത് വെച്ചേക്കണ ഭാഗത്ത് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂട്ട് കേട്ടോ. പടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണം. നടക്കാൻ തന്നെ പറ്റാത്ത ഇറക്കം. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് കേട്ടോ. ഇത് നേരെ എറണാകുളത്തേക്കാണ്. പക്ഷേ ഈ ബസ്സിൽ നമ്മൾ എറണാകുളത്തോട്ട് പോകണില്ല, നമ്മൾ നേരെ മൂന്നാർ ടൗണിലോട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് മൂന്നാർ ടൗണിൽ നിന്ന് നമ്മുടെ ബസ്സുണ്ട്, അതായത് നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ള ബസ്സുണ്ട്. നേരെ കൊടുങ്ങല്ലൂർക്കുള്ള ബസ്സാണ്. അത് 2:45 അവിടെ നിന്ന് എടുക്കും, 2:50 കൂടി എടുക്കും. അപ്പം നമ്മൾ ആ ബസ്സിലാണ് തിരിച്ചു പോകണം കേട്ടോ. ഇത് ഈ കിടക്കുന്നതാണ് നമ്മൾ ഇന്നലെ വന്ന ബസ്. ഇത് ഇന്ന് കാലത്ത് വന്നിട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം തിരിച്ചു പോകാൻ നിൽക്കുന്നത്. 2:45 ആകുമ്പോൾ ഈ ബസ് തിരിച്ചെടുക്കും. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പോവാം. ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. നല്ല മഴയായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൂന്നാറിൽ നല്ല ക്ലൈമറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറായിട്ട് നമ്മുടെ അഴീക്കോടുള്ളതാണ്. ആ ചേട്ടനായിട്ട് നമ്മൾ നല്ലോണം സംസാരിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്.
വട്ടവട യാത്ര നമ്മുടെ കൂടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് പറഞ്ഞു തരിക. അപ്പോൾ പുതിയ വീഡിയോസായിട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ.